Good morning, all. Good morning, ma'am. Good morning, ma'am. കഴിഞ്ഞ ദിവസം മിസ് എടുത്ത് നോക്കിയോ? ക്ലിയർ ആണോ എല്ലാം? കഴിഞ്ഞ ദിവസം മിസ് മാനിഫോൾഡ് സിസ്റ്റം പറഞ്ഞില്ലേ? അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് മൊബൈലിൽ കാണിച്ചു തന്നില്ലേ? നോക്കിയേ, ഇങ്ങനെയാണ് വരുന്നത് മാനിഫോൾഡ് സിസ്റ്റം. അതായത് നടുക്ക് എന്താണ്? കൺട്രോൾ പാനൽ അല്ലേ? ഒരു മിനിറ്റ്. ഫസ്റ്റ് ഇതിന്റെ നടുക്കുണ്ടോ ഇങ്ങനെ കൺട്രോൾ പാനൽ പോലെ, അത് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുണ്ടായിരിക്കും. പിന്നെ എന്താണ്, ഒന്നിന്റെ ബാക്കപ്പ് നമ്മ പറഞ്ഞ എന്താണ്, നമുക്ക് കാറിന് ബാക്കപ്പ് അല്ലെ, സ്റ്റെപ്പിനി. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ടയർ കേടായാൽ അല്ലെ, ഡാമേജ് വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ഇപ്പൊ എന്താണ്, ഇപ്പൊ ഇത് പ്രൈമറി സിലിണ്ടേഴ്സ് ആയിരിക്കും ഒരു സൈഡിലുള്ളത്, ഒരു സൈഡില് സെക്കൻഡറി സിലിണ്ടേഴ്സ്. അപ്പൊ ഇപ്പൊ പ്രൈമറി സിലിണ്ടേഴ്സിലെ ഗ്യാസ് തീർന്നു, എം ടി ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവിടുത്തെ വാൽവ് ക്ലോസ് ചെയ്തിട്ട് അല്ലെ എന്ത് ചെയ്യും? സെക്കൻഡറി സിലിണ്ടേഴ്സില് ഗ്യാസ് എന്ത് കൊടുക്കും? അവർക്ക് ഓപ്പൺ ആക്കി കൊടുക്കും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. പിന്നെ എന്താണ്, അതിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? പ്രഷർ റെഗുലേറ്റേഴ്സ് ഉണ്ട്, പ്രഷറിനെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രഷർ റെഗുലേറ്റേഴ്സ് ഉണ്ട്. കൂടാതെ എന്താണ്, വാണിംഗ് ലാംപ്സുകളിലെ ഈ സിലിണ്ടേഴ്സിൽ എവിടെയെങ്കിലും അല്ലെങ്കിൽ ഇതിൽ പോകുന്ന ഈ ഓസുകളിൽ എവിടെയെങ്കിലും ഡാമേജ് ഉണ്ട്, അല്ലെങ്കിൽ അതിന്റെ പ്രഷറിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ട്. അപ്പൊ എന്താണ്, അലേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, മറ്റുള്ളവരെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് കൊടുക്കുന്നുണ്ട്? വാണിംഗ് സിസ്റ്റം, വാണിംഗ് ലാമ്പുകളും കൂടി അതിൽ ഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ക്ലിയർ ആയോ ഇത്? മാനിഫോൾഡ് സിസ്റ്റം ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് എടുക്കാം. മിസ് കഴിഞ്ഞ ദിവസം ഇതിലാണ് കാണിച്ചു തന്നത്, അതായിരുന്നോണ് കേട്ടോ. നമുക്ക് കഴിഞ്ഞ ദിവസം എവിടെ വരെ എടുത്തു? വാണിംഗ് ആൻഡ് അലാം സിസ്റ്റം വരെ എടുത്തു അല്ലെ? അതെ. ഓക്കെ, നെക്സ്റ്റ് എടുക്കാം നമുക്ക് കേട്ടോ. വാൽവ് ഒന്നുകൂടെ പറയണം. പറയാം. നിങ്ങൾക്ക് ഇപ്പൊ മിസ് ഇട്ടിട്ടുണ്ട്, ഈ സ്ക്രീനല്ലേ കാണുന്നത്? ഗ്യാസിന്റെ ഈ ചാപ്റ്ററിന്റെ സ്ക്രീനല്ലേ കാണുന്നത്? ഓക്കെ. വാൽവ്സ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള വാൽവാണുള്ളത്. ഒന്ന് സോൺ വാൽവ്, അതായത് മെയിൻ ആയിട്ടുള്ള വാൽവും. രണ്ട് സർവീസ് വാൽവ്സും. സോൺ വാൽവ്സ് ആർ യൂസ്ഡ് ടു ഐസൊലേറ്റ് ലാർജ് പാർട്സ് ഓഫ് സിലിണ്ടർ ആണ്. ഒരു മിനിറ്റ്. ഇപ്പോഴോ ഓക്കെ ആണോ? ഓക്കെ ഓക്കെ. സോൺ വാൽവും സർവീസ് വാൽവാണ് ഉള്ളത്. സോൺ വാൽവ്സ് ആർ യൂസ്ഡ് ടു ഐസൊലേറ്റ് ലാർജ് പാർട്ട് ഓഫ് ദി സിസ്റ്റം. എന്താണ് സോൺ വാൽവ് എന്ന് പറയുന്നത്? ഒരു സിസ്റ്റത്തിന്, അതായത് ഗ്യാസ് സപ്ലൈ ചെയ്യുന്ന, സെൻട്രലൈസ്ഡ് ഗ്യാസ് സപ്ലൈ ചെയ്യുന്ന അതിനൊരു ലാർജ് പാർട്സ്, ഒരു വലിയ ഭാഗത്തെയാണ് ഈ സോൺ വാൽവ് എന്ത് ചെയ്യുന്നത്? ഐസൊലേറ്റ്. ഈ സോൺ വാൽവ് കൂട്ടിക്കഴിഞ്ഞാൽ ഒരു വലിയൊരു ഏരിയയിലേക്കുള്ള എന്ത് ചെയ്യും? സപ്ലൈ, ഡിസ്ട്രിബ്യൂഷൻ തടസ്സപ്പെടും. ദാറ്റ് ഈസ് റൂംസ് ഫോർ മോഡിഫിക്കേഷൻ. ഇപ്പൊ ഒരു റൂമിന് മോഡിഫിക്കേഷൻ നടക്കുകയാണ് അല്ലെ? അപ്പൊ എന്താണ്, ചിലപ്പോൾ ICUയിലായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ആ റൂമിലായിരിക്കും എന്താണ് മോഡിഫിക്കേഷനോ അല്ലെങ്കിൽ റിപ്പയറിങ് നടക്കാണ്. അപ്പൊ അങ്ങോട്ടൊന്നും പിന്നെ ഗ്യാസ് പോവാൻ പാടുണ്ടോ?
ആ ഒരു മൊത്തം ഏരിയയിലേക്ക് പോകാൻ പാടില്ല. അപ്പൊ അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ ആ ലാർജ് പാർട്സ് ആ ഒരു ഭാഗത്തെ വലിയൊരു ഭാഗത്തെ ഐസൊലേറ്റ് ചെയ്യാനായിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോൺ വാൽവുകൾ ഫിക്സ് ചെയ്യുന്നത്. നെക്സ്റ്റ്, സോൺ വാൽവ്സ് ആർ ഇൻസ്റ്റാൾഡ് ഓർ കോറിഡോർ വാൾസ്. എന്താണ്? വരാന്തകളിലുള്ള ചുമരുകളിലായിരിക്കും സോൺ വാൽവുകൾ ഫിറ്റ് ചെയ്യുന്നത്. ആൻഡ് ഷുഡ് ബി ലേബൽഡ് ടു ഇൻഡിക്കേറ്റ് ദ റൂം ദാറ്റ് the room that they control. നമുക്ക് അതുപോലെ തന്നെ ഒരു ലേബൽ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഈ സോൺ വാൽവ് എവിടേക്കുള്ളതാണ്, എന്താണ്? ICUലേക്കുള്ളതാണ്. ICUലെ പ്രവർത്തനങ്ങളാണോ ഈ സോൺ വാൽവ് കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ഗ്യാസുകളെയാണ് കൺട്രോൾ ചെയ്യുന്നത് എന്താണ്? ഈ സോൺ വാൽവില് ലേബൽ ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ്, ഫർദർ മോർ സർവീസ് വാൽവ്സ് ആർ യൂസ്ഡ് ടു ഐസൊലേറ്റ് സർട്ടൺ പാർട്സ്. നമ്മൾ ആ സിസ്റ്റത്തിന് ഒരു ചെറിയൊരു ഭാഗം, ഒരു സർട്ടൺ പാർട്ടുകളെ, ഒരു ഭാഗത്തെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഐസൊലേറ്റ് എന്താണ് സർവീസ് വാൽവുകൾ ഫിറ്റ് ചെയ്യുന്നത്. ഫോർ മോഡിഫിക്കേഷൻ ആൻഡ് റിപ്പയർ. ആ ചെറിയൊരു ഏരിയ, ചെറിയൊരു പാർട്ടില് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ട്, അപ്പൊ അവിടെ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സർവീസ് വാൽവ്. ദേ ആർ അക്സസിബിൾ ബൈ ദി ക്ലിനിക്കൽ സ്റ്റാഫ്. അതെന്താണ്? ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക് പെട്ടെന്ന് തന്നെ ലഭ്യമാകുന്ന രീതിയിലായിരിക്കും. നമ്മുടെ വീടുകളിൽ വാൽവുകളില്ലേ? ഇപ്പൊ മെയിൻ വാൽവ് അല്ലെ, നമ്മുടെ ഹൗസ് കണക്ഷൻ വരുന്ന മീറ്റർ കണ്ടിട്ടുണ്ടോ? മീറ്ററിലെ ആ മീറ്ററിന്റെ ഒരു മെയിൻ വാൽവ് ഉണ്ട്. ആ വാൽവ് നമ്മൾ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാല്, ക്ലോസ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് പിന്നെ നമ്മുടെ വീട്ടിലേക്കുള്ള സപ്ലൈ മൊത്തം നിൽക്കില്ലേ? ഇപ്പൊ നിൽക്കും. അല്ലെങ്കിൽ നമ്മുടെ അങ്ങനെയുള്ളതാണ് സോൺ വാൽവ്. ഒരു പെർട്ടിക്കുലർ ഒരു വലിയ ഭാഗത്തെ മാത്രം അത് എന്ത് ചെയ്യും? കൺട്രോൾ ചെയ്യും. അതല്ല നമ്മുടെ വീടിന്റെ ബാത്റൂമിന്റെ അങ്ങോട്ട് പൈപ്പില് വെള്ളം വരുന്ന അവിടെ ഇല്ലേ വാൽവ്, കണ്ടിട്ടുണ്ടോ നിങ്ങൾ? പുറത്ത് ആ ചുമരുമായിട്ടുണ്ടാവും വാൽവ്, സെപ്പറേറ്റ് വാൽവ് ഉണ്ടാവും അല്ലെ? അപ്പൊ നമ്മൾ ആ വാൽവാണ് കൂട്ടുന്നതെങ്കിലോ ബാത്റൂമിലേക്ക് മാത്രം വെള്ളം വരില്ല അല്ലെ, ബാക്കി എല്ലാ സ്ഥലത്തേക്കും വെള്ളം വരും. പക്ഷെ എവിടേക്ക് മാത്രം വരില്ല? ബാത്റൂമിലേക്ക് മാത്രം വെള്ളം വരില്ല. അതാണ് സർവീസ് വാൽവ്. ക്ലിയർ ആയോ? നെക്സ്റ്റ് എടുത്തോട്ടെ, ഔട്ട്ലെറ്റ്സ് ആൻഡ് ഇൻലെറ്റ്സ്. ഫോർത്ത് മിസ് എടുത്താണ്. ക്ലിയർ അല്ലേ അത്? നെക്സ്റ്റ്, ഔട്ട്ലെറ്റ്സ് ആൻഡ് ഇൻലെറ്റ്സ്. ഔട്ട്ലെറ്റ്സ് ആർ പോയിന്റ്സ് at which connection can be made to the medical gas piping system to supply under pressure. എന്താണ്? ഒരു പ്രഷറില്, ഒരു അണ്ടർ പ്രഷറില് എന്താണ് നമുക്ക് ഗ്യാസുകള് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മുടെ മെഡിക്കൽ ഗ്യാസ് പൈപ്പിങ്ങിലുള്ള കണക്ഷനെ പറയുന്നതാണ് ഔട്ട്ലെറ്റ്. ഇൻലെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൈൽ ഇൻലെറ്റ് സപ്ലൈ വാക്വം സപ്ലൈ ചെയ്യുന്ന ആ പോയിന്റിനെ പറയുന്നതാണ് ഇൻലെറ്റ്. പൈപ്പിലേക്ക്, ആ ഗ്യാസിലേക്ക് കണക്ട് ചെയ്യുന്നതാണ് ഔട്ട്ലെറ്റ്. ഗ്യാസിലെ സിലിണ്ടർ അതിലേക്ക് കണക്ട് ചെയ്യുന്ന, നമുക്ക് ഒരേ മർദ്ദത്തിലേക്ക് ഗ്യാസ് ലഭിക്കുന്നതിന് വേണ്ടി കണക്ട് ചെയ്യുന്ന ആ പോയിന്റിനെ പറയുന്നതാണ് ഔട്ട്ലെറ്റ്. ഇൻലെറ്റ് എന്ന് പറഞ്ഞാല് നമുക്ക് വാക്വം സപ്ലൈ ചെയ്യുന്ന ആ പോയിന്റ് ആണ്, ആ ഭാഗത്തെ പറയുന്നതാണ് ഇൻലെറ്റ്. നമ്മുടെ വീട്ടില് ഗ്യാസ് ഇല്ലേ? ഗ്യാസില് എന്താണ് നമ്മ ആ റെഗുലേറ്ററും ഒരു ഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കോ? ഹോസ് പിടിപ്പിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ? ആ റെഗുലേറ്ററിൽ നിന്ന് നമുക്ക് ഗ്യാസ് ലഭിക്കുന്നതിന് വേണ്ടി ഇല്ലേ? അതാണ് ഔട്ട്ലെറ്റ്. നമ്മുടെ ഗ്യാസ് സ്റ്റൗവിലേക്ക് പിഞ്ച് നമ്മ വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ ഈ ഹോസിന്റെ ഒരു സൈഡ് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതാണ് ഇൻലെറ്റ്. ക്ലിയർ ആയോ? ബാക്കി എല്ലാവർക്കും സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിൽ അതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ സെൻട്രലൈസ്ഡ് AC എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രം ഒരുപാട് നല്ല വോൾട്ടിലുള്ള ഒരു AC ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? ആണോ? നല്ല ഒരു കൂടിയ ഇതിലുള്ള, എന്നിട്ട് അതിനായിരിക്കും എല്ലാ ഭാഗത്തേക്കും AC സപ്ലൈ ചെയ്യുന്നത്, നമുക്ക് കൂളിംഗ് ലഭിക്കുന്നത് അല്ലെ?
ആണോ? ആണ്. അതേപോലെ സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രം എന്ത് ചെയ്യും, ആ ഗ്യാസ് സിലിണ്ടേഴ്സ് വെച്ചിട്ട് പൈപ്പ് ലൈൻ വഴി എല്ലാ ഭാഗത്തേക്കും ഗ്യാസുകൾ വിതരണം ചെയ്യും. അതാണ് സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റം. ക്ലിയർ ആയോ? നമുക്ക് അപ്പൊ എന്താണ്, നമ്മ എല്ലായിടത്തും ഇപ്പൊ ICUല്, വെന്റിലേറ്ററില്, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലൊക്കെ കൊണ്ടുപോയി നമുക്ക് എന്ത് വെക്കേണ്ടി വരില്ല, ഗ്യാസ് സിലിണ്ടർ വെക്കേണ്ടി വരില്ല അല്ലെ. ഈ പൈപ്പ് ലൈൻ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗ്യാസ്, ആവശ്യമായ ഗ്യാസ് ഏതാണോ, ഓക്സിജൻ ആണോ അതല്ലെങ്കിൽ നൈട്രസ് ഓക്സൈഡ് ആണോ എന്നെടുക്കാൻ പറ്റും, നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നു. ക്ലിയർ ആയോ? ബാക്കി എല്ലാവർക്കും ഇൻലെറ്റ് ഔട്ട്ലെറ്റും ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് സെക്കൻഡറി എക്യുപ്മെന്റ്, ദ്വിതീയ ഉപകരണങ്ങൾ ഏതൊക്കെ ഈ ഗ്യാസ് സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുക. സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റത്തിലേക്ക് ഗ്യാസ് സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ദ്വിതീയ ഉപകരണങ്ങള് ഹോസസ്. ഹോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഗ്യാസ് മിസ് എനിക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. നമ്മ ഗ്യാസുമ്മ സിലിണ്ടറിൽ നിന്ന് ഗ്യാസ് സ്റ്റൗവിലേക്ക് ഹോസ് കണക്ട് ചെയ്തിട്ടുണ്ടോ, ഒരു ഇതുപോലെ ഹോസ്. അതേപോലെ ഹോസുകൾ ഉണ്ടായിരിക്കും ഈ ഗ്യാസ് റെഡ് കളറിൽ അല്ലെ. അപ്പൊ അതേപോലെ എന്താണ്, ഈ ഗ്യാസ് സപ്ലൈ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഹോസുകളാണ് ഹോൾ ഹോസസ്. ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് ഗ്യാസ് ഫ്ലോ മീറ്റർ. ഗ്യാസ് ഫ്ലോ മീറ്റർ ഇതുണ്ടോ? അപ്പൊ മിസ് കിട്ടിയേക്കുന്നത് കണ്ടോ, സ്ക്രീനിൽ കാണുന്നുണ്ടോ? ഗ്യാസ് ഫ്ലോ മീറ്റർ കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഇത് ഇതിനെയാണ് ഗ്യാസ് ഫ്ലോ മീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിലെന്താണ്, ഇവിടെ കാണിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ, എത്ര പ്രഷറിലാണ് പോകുന്നത്, അതിന്റെ അളവ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ സാധിക്കുന്നു. ക്ലിയർ ആയോ? അതിനെയാണ് ഗ്യാസ് ഫ്ലോ മീറ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഗേജസ്. ഗേജസ് എന്ന് പറഞ്ഞാല് വേണം ഈ കാണുന്നില്ലേ ബ്ലൂ കളറില് 2 മീറ്റർ പോലെ കാണുന്നില്ലേ, നമ്മുടെ ഈ ടൈം പീസ് ഒക്കെ പോലെ, അതിനെയാണ് ഗേജ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇതിലുള്ള എന്താണ്, ഗ്യാസ് empty ആവാറായിട്ടുണ്ട്. നമ്മുടെ കാറിൽ കണ്ടിട്ടുണ്ടോ, ഫ്യൂവൽ empty ആവാറാവുമ്പോ അവിടെ എന്ത് ചെയ്യും, കാണിക്കും അല്ലെ, ആ മീറ്ററിൽ കാണിക്കില്ലേ, ഇങ്ങനെ അത് മൂവ് ചെയ്ത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ അതൊക്കെ? അതേപോലെ ഈ ഗ്യാസിലെ ഈ സിലിണ്ടറിലെ ഗ്യാസ് empty ആവാറായിട്ടുണ്ട്, ഫ്യൂവൽ ഉണ്ട്, അതൊക്കെയാണ് ഈ ഗേജിൽ കാണിക്കുന്നത്. ഈ ബ്ലൂ കളറിൽ കണ്ടോ മിസ് ആരോ വെക്കുന്ന, കണ്ടോ? അതിനെയാണ് ഗേജസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അത് നിങ്ങൾ പറഞ്ഞ മനസ്സിലാവില്ല, അതുകൊണ്ടാണ് മിസ് ഇന്ന് സ്ക്രീനിൽ ഇട്ട് കാണിച്ചു തരുന്നത് കേട്ടോ. ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് നമുക്ക് ഇതിന്ന് പറയുന്നത് ആൻഡ് വാക്വം റെഗുലേറ്റേഴ്സ്. നമ്മുടെ ഗ്യാസും റെഗുലേറ്റർ ഉണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ അതൊക്കെ? റെഗുലേറ്റർ എന്തിനാണ് റെഗുലേറ്റർ? നമുക്കത് ക്ലോസ് ചെയ്യണം അല്ലെ, ഗ്യാസ് ഇപ്പൊ വേണ്ട, നമുക്കത് രാത്രിയൊക്കെ നമുക്ക് എടുക്കാൻ നേരത്തെ അത് ക്ലോസ് ചെയ്തിടും അല്ലെ. റെഗുലേറ്ററോ കൺട്രോൾ ചെയ്യാൻ ഇപ്പൊ എന്താണ് ക്ലോസ് ചെയ്തിടും. എന്നിട്ട് എന്താണ്, രാവിലെ എണീക്കുമ്പോഴായിരിക്കും നമ്മൾ ഗ്യാസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അത് ഓൺ ആക്കും അല്ലെ. അപ്പൊ ഗ്യാസ് എന്താണ്, കൺട്രോൾ ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഓൺ ആക്കുകയും ആവശ്യമില്ലാത്തപ്പോൾ അത് എന്ത് ചെയ്യാം, ഓഫ് ചെയ്ത് ഇടുകയും ചെയ്യുന്നു. റെഗുലേറ്റർ ക്ലിയർ ആയോ? വാക്വം റെഗുലേറ്റേഴ്സ്. അപ്പൊ നമുക്ക് ആവശ്യമുള്ള സമയത്ത്, വാക്വം ആവശ്യമുള്ള സമയത്ത് നമ്മൾ അത് ഓൺ ആക്കുകയും ആവശ്യമില്ലാത്തപ്പോൾ എന്ത് ചെയ്യാം, ക്ലോസ് ചെയ്ത് ഇടുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ ലീക്കേജ് സംഭവിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ ആ ഗ്യാസ് സിലിണ്ടർ തീർന്നു, മാറ്റി വെക്കണം എന്നൊക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഈ റെഗുലേറ്റർ ഓഫ് ചെയ്തിട്ടാണ് അല്ലെ മാറ്റുന്നത്, ആണോ? അപ്പൊ എന്താണ്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്
vacuum regulators are not part of the pipeline. ഇതെന്താണ് ആ പൈപ്പ് ലൈനിന്റെ പാർട്ട് അല്ല, ഭാഗമല്ല. They can contribute greatly to gas and vacuum consumption. എന്താണ് വാക്കത്തിന്റെ ആ വാതകത്തിന്, ഗ്യാസിന്റെയും വാക്കത്തിന്റെയും ഉപയോഗത്തിന് വലിയ കൺസെപ്ഷൻ കോൺട്രിബ്യൂട്ട് എന്താണ് സംഭാവന നൽകുന്നുണ്ട് അല്ലെ. ഇല്ലേ ഈ ഗേജ് അല്ലെ, ഗേജ് റെഗുലേറ്റർ ഒക്കെ നമുക്ക് നല്ല രീതിയിലല്ലേ, അതൊന്നും ഇല്ലാണ്ട് നമുക്ക് പ്രവർത്തിപ്പിക്കാൻ പറ്റോ? ഗ്യാസുകള് ഫ്ലോമീറ്റർ വേണം അല്ലെ. ഗ്യാസ് എത്ര ഇതിലാണ്, പ്രഷറിലാണ് വരുന്നത് അത് നമുക്ക് അറിയണം അല്ലെ. ഗ്യാസ് തീരാറായോ അല്ലെ, അപ്പൊ ഗേജ് വേണം അല്ലെ. നമുക്ക് എന്താണ് ഇപ്പൊ അത് ആവശ്യമില്ല, ആ വാതകം നമുക്ക് എന്താണ് ഗ്യാസ് സിലിണ്ടർ നമുക്ക് ക്ലോസ് ചെയ്യണം, അപ്പൊ എന്താണ് നമുക്ക് റെഗുലേറ്റർ വേണം അല്ലെ. അപ്പൊ എന്താണ് ഇത് ഒരു വലിയ സംഭാവന നൽകുന്നുണ്ട്. These items should be checked frequently as a part of routine inspection procedure. എന്താണ് ഇൻസ്പെക്ഷന്റെ റുട്ടീൻ ആയിട്ടുള്ള പതിവ് പരിശോധനയുടെ ഭാഗമായിട്ട് ഇത് എന്ത് ചെയ്യാം, ഈ സെക്കൻഡറി എക്യുപ്മെന്റ്സുകള് നമ്മ എന്ത് ചെയ്യാ, പരിശോധന നടത്തണം. ക്ലിയർ ആയോ? ഇതെല്ലാം ക്ലിയർ ആയോ എല്ലാവർക്കും? മിസ് ഇന്ന് എടുത്ത ഭാഗം, ഇന്ന് ആ സെക്കൻഡറി എക്യുപ്മെന്റ്സുകൾ ഓക്കെ അല്ലേ? നെക്സ്റ്റ്, advantage of centralized medical gas system. Centralized medical gas system കൊണ്ടുള്ള അഡ്വാൻറ്റേജ്, ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഫോർ പേഷ്യൻസ്, എന്താണ് രോഗികൾക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് ഉള്ളത്? There will be no disturbing sight of oxygen cylinder at the bedside. Bedside അല്ല ട്ടാ, bedside സൈഡ് എന്നാണ് ട്ടാ. അപ്പൊ എന്താ, അവരെ ബെഡ് സൈഡില് ആ ഓക്സിജൻ സിലിണ്ടർ വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഡിസ്റ്റർബൻസ് അല്ലെ ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നു അല്ലേ. അവിടെ എന്താണ് ചിലപ്പോ അവർ എണീക്കുന്ന സമയത്തൊക്കെ എന്താണ് ചിലപ്പോ തട്ടി വീഴ അല്ലെ, അല്ലെങ്കിൽ എന്താണ് അവർ കിടക്കുന്നതിന്റെ അത്രയും ഒരു ഭാഗം അല്ലെ എന്താണ് സിലിണ്ടർ ഒക്കെ വെക്കുമ്പോൾ അവർക്ക് അതൊരു ബുദ്ധിമുട്ട് വരാം. അപ്പൊ അതൊക്കെ നമുക്ക് സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റത്തിലൂടെ ഒഴിവാക്കാൻ സാധിക്കുന്നു. എലിമിനേഷൻ ഓഫ് annoying noise from the movement of cylinder in and around the hospital. ഇല്ലേ, നമുക്ക് ഹോസ്പിറ്റലിന്റെ ചുറ്റും എന്താണ് ഈ സിലിണ്ടറിൽ നിന്നുള്ള സൗണ്ടുകള്, മൂവ്മെന്റ്, നമ്മ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് ഈ സിലിണ്ടർ മാറ്റി വെക്കുമ്പോ എന്തുണ്ടാവും, ഒച്ച ഉണ്ടാവില്ലേ സ്വാഭാവികമായിട്ട്. നമ്മ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോവുക അല്ലെ, അല്ലെങ്കിൽ ഉരുട്ടിക്കൊണ്ട് പോകുമ്പോ എന്താണ് സൗണ്ട് ഉണ്ടാവുമല്ലോ. അപ്പൊ ആ സൗണ്ടുകള്, നോയ്സ്നെസ് സൗണ്ടുകള് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നു ഹോസ്പിറ്റലിന് ചുറ്റുമുള്ള അല്ലെ എല്ലായിടത്തും. മിക്ക പേഷ്യൻസിന്, ചില പേഷ്യൻസിനൊക്കെ എന്താണ് ഈ ഇത് വേണ്ടി വരും, നമ്മ ഗ്യാസ് ഓക്സിജൻ മാസ്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യമായിട്ട് വരും. അപ്പൊ എന്താണ് ഒരു സ്ഥലത്തേക്ക് ഒരു സ്ഥലത്ത് നിന്ന് സൂക്ഷിക്കുന്ന സ്റ്റോർ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് എന്ത് ചെയ്യണം, ആ ഭാഗത്തേക്ക് കൊണ്ടുപോകണം അല്ലെ. അപ്പൊ എന്ത് വെച്ചും ആ നോയ്സ് ഉണ്ടാവും, സൗണ്ട് ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റം ആണെങ്കിൽ എന്താണ് എല്ലാ റൂമിലേക്കും അതിന്റെ ഇത് വെച്ചിട്ടുണ്ടാവും അല്ലെ, വാളുകളില്. അപ്പൊ ഈ നോയ്സ് എന്താണ് സൗണ്ട് ഒക്കെ ഒഴിവാക്കാൻ സാധിക്കുന്നു. നെക്സ്റ്റ്, പ്രൊട്ടക്ഷൻ ഓഫ് സ്റ്റെറൈൽ ഏരിയ ഫ്രം കണ്ടാമിനേഷൻ ഡ്യൂ ടു യൂസ് ആൻഡ് മൂവ്മെന്റ് ഓഫ് സിലിണ്ടേഴ്സ്. എന്താണ് സ്റ്റെറിൽ ചെയ്ത ഏരിയാസ് കണ്ടാമിനേഷൻ മലിനമാകാത്ത രീതിയിലൊക്കെ എന്താണ് ഈ മൂവ്മെന്റിന്റെ സിലിണ്ടറിന്റെ മൂവ്മെന്റ് കൊണ്ട് എന്താണ് ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്റേഴ്സ് അല്ലെ, ഓപ്പറേഷൻ തിയേറ്റേഴ്സ് ICU ഒക്കെ എങ്ങനെയാണ് സ്റ്റെറൈൽ ചെയ്ത ഏരിയാസ് ആണ് അല്ലെ, ആണോ? ആ ഏരിയാസ് ആണ്. അപ്പൊ നമ്മ അവിടേക്ക് ഗ്യാസ് സിലിണ്ടേഴ്സ് വെച്ച് എന്താണ് ചിലപ്പോ ലീക്കേജ് സംഭവിച്ചില്ലേ, അല്ലെങ്കിൽ ഇതിന്റെ മൂവ്മെന്റ് അതല്ലെങ്കിൽ പുറത്തുനിന്ന് ഈ സിലിണ്ടർ കൊണ്ടുവരുമ്പോ എന്ത് ചെയ്യും, അവിടെ സ്റ്റെറിലൈസ് ചെയ്ത ഏരിയ മൊത്തം കണ്ടാമിനേഷൻ ആവോ, നമ്മ വീണ്ടും സ്റ്റെറിലൈസ് ചെയ്യേണ്ടി വരും അല്ലെ. അപ്പൊ അതൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നു. ക്ലിയർ ആയോ? ബാക്കി എല്ലാവർക്കും ക്ലിയർ ആയോ? 3 പേര് മാത്രം പറയുന്നുള്ളൂ, ബാക്കിയുള്ളവരെന്താണ്? അതുല്യ, അനീഷ, ശ്രീകുട്ടി. ഓക്കെ, ഓക്കെ.
നെക്സ്റ്റ് കോൺസ്റ്റന്റ് ആൻഡ് ക്ലീൻ സപ്ലൈ അറ്റ് റിക്വയർഡ് ലൊക്കേഷൻ. നമുക്ക് ആവശ്യമായ സ്ഥലത്തേക്ക് ക്ലീൻ ആയിട്ടുള്ള എന്താണ് വൃത്തിയുള്ള എന്താണ് വിതരണം ചെയ്യാൻ സാധിക്കുന്നത്. എന്താണ് ക്ലീൻ ആയിട്ടുള്ള കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരേ പ്രഷറിലുള്ള എന്താണ് ഗ്യാസുകൾ വിതരണം ചെയ്യാൻ സാധിക്കുന്നു. ഫോർ പേഷ്യൻസ് ക്ലിയർ ആയോ എല്ലാവർക്കും? നെക്സ്റ്റ് ഫോർ ഹോസ്പിറ്റൽ സ്റ്റാഫ്. ഹോസ്പിറ്റൽ സ്റ്റാഫുകളുടെ ബെനിഫിറ്റ്സ് എന്തെല്ലാമാണ്? ഗുണങ്ങള് സ്വിഫ്റ്റ് അവൈലബിലിറ്റി ഓഫ് ഗ്യാസ് ഓൺ ടാപ്സ്. എന്താണ് ടാപ്സുകളിൽ നിന്ന് ഗ്യാസ് കൊടുക്കുന്ന ആ ടാപ്സുകളിൽ നിന്ന് വേഗത്തിലുള്ള ലഭ്യത അല്ലെ. അവർക്ക് എന്താണ് ഒരുപാട് പ്രൊസീജിയർ ഒന്നും ചെയ്യാണ്ട് ആ ടാപ്പ് തിരിച്ചാലല്ലേ അതിന്റെ റെഗുലേറ്റർ തിരിച്ചാൽ മാത്രം മതി. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗ്യാസ് സ്റ്റേറ്റ് ഏതാണ്? ഓക്കെ, അത് ക്ലിയർ ചെയ്തിട്ടോ. സ്റ്റാഫ് എന്നാണ് കേട്ടോ, ക്ലിയർ ചെയ്തോ. സ്റ്റാഫ് സ്റ്റേറ്റ് അല്ല, സ്റ്റാഫ് എന്നാണ് കേട്ടോ. എന്താണ് ഗ്യാസ് ടാപ്പുകളിൽ നിന്ന് എന്താണ് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് വേഗത്തിലുള്ള ഗ്യാസിന്റെ ലഭ്യത. നെക്സ്റ്റ് ക്ലീൻ സേഫ് ആൻഡ് ഡിപ്പെൻഡബിൾ ഡെലിവറി ഓഫ് ഗ്യാസ് അല്ലെ. എന്താണ് ക്ലീൻ ആയിട്ടുള്ള വൃത്തിയായിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള പിന്നെ എന്താണ് കൺട്രോൾ. ഡിപ്പെൻഡബിൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അവിടെ കൺട്രോൾ നിയന്ത്രണാതീതമായിട്ടുള്ള എന്താണ് ഗ്യാസുകളുടെ ഡെലിവറി. നെക്സ്റ്റ് റെഗുലർ ഫ്ലോ ഓഫ് ഗേറ്റ്സ് അല്ല കേട്ടാ, ഗ്യാസസ് ആണ് കേട്ടാ. റെഗുലർ ഫ്ലോ ഓഫ് ഗ്യാസസ് whenever and wherever needed. അവർക്ക് എപ്പോൾ എവിടേക്കാണോ ആവശ്യം അവിടേക്ക് എന്താണ് റെഗുലർ ആയിട്ടുള്ള സാധാരണ നോർമൽ രീതിയിലുള്ള ഗ്യാസിന്റെ ഫ്ലോ ലഭിക്കുന്നു അല്ലെ. കറക്റ്റ് രീതിയിലുള്ള എന്താണ് ഗ്യാസ് ഫ്ലോ ലഭിക്കുന്നു. ഇപ്പൊ അവർക്ക് ICUയിലേക്കാണ് ഗ്യാസ് ആവശ്യമായിട്ടുള്ളത് അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്കാണ് അവർക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പൊ അവർക്ക് എന്താണ് ഔട്ട്ലെറ്റിൽ കൂടി അല്ലെ പൈപ്പിംഗ് നെറ്റ്വർക്കിൽ കൂടി അവർക്ക് എന്താണ് ഈ ഗ്യാസ് അവിടേക്ക് ലഭിക്കുകയാണ് അല്ലെ. സിലിണ്ടർ ഒന്നും അങ്ങോട്ട് എത്തിക്കണോ? സിലിണ്ടർ ഒന്നും അങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അവർക്ക് എന്താണ് ആ പൈപ്പിംഗിലേക്ക് കൂടി തന്നെ അവർക്ക് എന്താ ഗ്യാസ് ലഭ്യമാക്കാൻ സാധിക്കുന്നു. മിനിമം ആക്സിഡന്റ് റിസ്ക് ഡ്യൂ ടു ദ മിസ് ഹാൻഡിങ് സിലിണ്ടേഴ്സ്. എന്താണ് സിലിണ്ടറുകള് കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആക്സിഡന്റുകൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപകടങ്ങൾ ചിലപ്പോൾ ഗ്യാസ് ലീക്കേജ് സംഭവിക്കാം അല്ലെ, അല്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഒഴിവാക്കാനായി സാധിക്കുന്നു. നെക്സ്റ്റ് ഫോർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണുള്ളത്? ഈസി പർച്ചേസ് ഓഫ് ഗ്യാസസ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ് അറ്റ് ഫേവറബിൾ ടേംസ്. എന്താണ് അവർക്ക് അനുകൂലമായ ഫേവറബിൾ ആയിട്ടുള്ള ടേംസിൽ അവർക്ക് വലിയ അളവിൽ എന്ത് ചെയ്യുന്ന ഗ്യാസുകൾ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നു. നെക്സ്റ്റ് എക്കണോമി ഓൺ പർച്ചേസ് ഓഫ് സിലിണ്ടർ. എന്താണ് അവർക്ക് സമ്പദ് വ്യവസ്ഥയിൽ അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ എന്താണ് ഗ്യാസുകളുടെ സിലിണ്ടേഴ്സിന്റെ ലഭ്യത. നെക്സ്റ്റ് ലെസർ ബ്രേക്കേജ് അല്ലെ. എന്താണ് ഗ്യാസ് സിലിണ്ടേഴ്സിന് എന്തെങ്കിലും പൊട്ടലോ വിള്ളലോ ഒക്കെ എന്താണ് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. ഇപ്പൊ നമ്മൾ ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ ഗ്യാസ് ഉരുട്ടിക്കൊണ്ട് പോകുമ്പോൾ എന്ത് പറ്റും? ഡാമേജ് പറ്റാം അല്ലെ. ആ സിലിണ്ടറിന് ഡാമേജ് പറ്റും. അപ്പൊ സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റം ആണെങ്കിൽ നമ്മ പർട്ടിക്കുലർ ഏരിയയിൽ മാത്രം ആ സിലിണ്ടർ വെക്കുന്നുള്ളൂ. പിന്നെ എന്താണ് പൈപ്പ് ലൈൻ വഴിയാണ് നമ്മ എല്ലായിടത്തേക്കും ഗ്യാസ് ലഭ്യമാക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റുന്നു? ബ്രേക്കേജ് ഒക്കെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നു. നെക്സ്റ്റ് nationalization in ordering, storing and transporting a wide variety and size of gas cylinders. എന്താണ് ഗ്യാസ് സിലിണ്ടറിന്റെ വൈവിധ്യത്തില് അതിന്റെ വലിപ്പത്തില് സൈസിലൊക്കെ വ്യത്യാസങ്ങൾ വരാനോ ഓരോ ഗ്യാസിന്റെ അതില് ഉൾക്കൊള്ളുന്ന ഗ്യാസിന്റെ അളവ് അനുസരിച്ച് അല്ലെ അതിന്റെ സൈസില് വലിപ്പത്തിലൊക്കെ വ്യത്യാസങ്ങൾ വരാം. അപ്പൊ ഗ്യാസ് സിലിണ്ടറിന്റെ വൈവിധ്യവും വലിപ്പവും എന്ത് ചെയ്യാ സംഭരിക്കുന്നതിനും കൊണ്ടുപോകുന്നതിനും ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനും എളുപ്പമാക്കി തീർക്കുന്നു. നെക്സ്റ്റ് ലെസ് ഡാമേജ് ടു ബിൽഡിംഗ് ഓയിൽ ടു ഹാൻഡ്ലിംഗ് ഓഫ് സിലിണ്ടേഴ്സ്. എന്താണ് സിലിണ്ടറുകള് എന്താണ് കൈകാര്യം ഓയിങ്ങല്ല ഡ്യൂ ടു ആണ് ട്ടാ. ഡ്യൂ ടു ലെസ് ഡാമേജ് ടു ബിൽഡിംഗ് ഡ്യൂ ടു ഹാൻഡ്ലിംഗ് ഓഫ് സിലിണ്ടേഴ്സ്.
സിലിണ്ടറുകൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് എന്താണ് അതിന്റെ ബിൽഡിങ്ങിലുള്ള അതിന്റെ നിർമ്മാണത്തിലുള്ള ഡാമേജ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നു. അത് പൊട്ടാനോ അതല്ലെങ്കിൽ അത് ചളങ്ങാനോ അല്ലെ അങ്ങനെയുള്ള ഡാമേജ് നമുക്ക് കുറയ്ക്കാനായി സാധിക്കുന്നു. ക്ലിയർ ആയോ? എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് 4 പറയണം. 4 ഇതിലാണോ? റേഷണലൈസേഷൻ ഇൻ ഓർഡറിംഗ്, സ്റ്റോറിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടിംഗ് എ വൈഡ് വെറൈറ്റി ആൻഡ് സൈസ് ഓഫ് ഗ്യാസ് സിലിണ്ടർ. ഗ്യാസ് സിലിണ്ടർ അല്ലെ എന്താണ് അതിൽ ഉൾക്കൊള്ളുന്ന ഗ്യാസിന്റെ അളവനുസരിച്ച് വ്യത്യാസം വരില്ലേ സൈസിൽ അല്ലെ? ചെറിയ നമുക്ക് ക്യാരി നമ്മൾ ഈ യാത്രകൾ ചെയ്യുമ്പോ ചെറിയ ഗ്യാസ് സിലിണ്ടേഴ്സ് കൊണ്ടുപോയിട്ടുണ്ട്, അങ്ങനെ അറിയോ നിങ്ങൾക്ക്? നമുക്ക് എന്തെങ്കിലും കുക്ക് ചെയ്ത് ഈ പൊതുവെ ഈ സഞ്ചാര പ്രേമികൾ കൊണ്ടുനടക്കാറുണ്ട് അല്ലെ? എന്താണ് അവർക്ക് എന്തെങ്കിലും ഭക്ഷണങ്ങൾ കുക്ക് ചെയ്യണം അല്ലെ? അപ്പൊ അങ്ങനെ 2 ലിറ്റർ ഒക്കെ കൊടുക്കുന്ന ചെറിയ ഗ്യാസ് സിലിണ്ടേഴ്സ് അല്ലെ? അപ്പൊ എന്താണ് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ വീടുകളിലുള്ള ഗ്യാസ് സിലിണ്ടേഴ്സ് കണ്ടിട്ടില്ലേ? അതിന് ഒരുവിധം വലിപ്പില്ലേ? ഹോസ്പിറ്റലിലെ ചില ഗ്യാസ് സിലിണ്ടേഴ്സ് കണ്ടിട്ടുണ്ടോ? അത് എത്രത്തോളം വലുതായിരിക്കും? ശ്രദ്ധിച്ചിട്ടുണ്ടോ? പിന്നെ ഇൻഡസ്ട്രിയിൽ കണ്ടിട്ടുണ്ടോ? വാണിജ്യ അവിടെ ഉപയോഗിക്കുന്ന അതും ഒരുപാട് വലിപ്പമുള്ളതാണ് അല്ലെ? എന്താണ് അതിന്റെ വീതി കുറഞ്ഞിട്ട് നല്ല നീളത്തിലായിരിക്കും അല്ലെ? വലിപ്പത്തില്. അപ്പൊ എന്താണ് ഈ വെറൈറ്റി ഗ്യാസ് സിലിണ്ടറിന്റെ വെറൈറ്റി ആൻഡ് സൈസ്, ഈ വെറൈറ്റിയിലും അതിന്റെ സൈസിലുമുള്ള വ്യത്യാസത്തിൽ കൊണ്ട് നമുക്ക് എന്താണ് അത് സ്റ്റോർ ചെയ്യാനും അത് ട്രാൻസ്പോർട്ട് ചെയ്യാനുമുള്ള ട്രാൻസ്പോർട്ട് ചെയ്യാനും എളുപ്പമാക്കുന്നു. ക്ലിയർ ആയോ? നെക്സ്റ്റ്, കളർ കോഡ് ഓഫ് മെഡിക്കൽ ഗ്യാസസ് ബേസ്ഡ് ഓൺ ISO സ്റ്റാൻഡേർഡ്സ്. എന്താണ് ഓരോ മിസ് കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഓരോ ഗ്യാസിനും എന്താണ് ഓരോ കളർ കോഡ് ISO ഓരോ കളർ കോഡ് കൊടുത്തിട്ടുണ്ട്. ഗ്യാസസ് കളർ കോഡ്, ഓക്സിജന് വൈറ്റ് കളറാണ് കൊടുക്കുന്നത്. നൈട്രസ് ഓക്സൈഡ് അപ്പൊ അതിന് കൊടുക്കുന്ന ഓസിന് എന്ത് കളറായിരിക്കും? വൈറ്റ് കളർ. അപ്പൊ അവർക്ക് അത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ഓസിലെ കൂടി വരുന്നത് എന്ത് ഗ്യാസ് ആണ്? ഓക്സിജൻ ഗ്യാസ് ആണ്. അല്ലെങ്കിൽ ലൈറ്റ് ബ്ലൂ ആണെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് നൈട്രസ് ഓക്സൈഡ് ആണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ കളർ കോഡുകൾ കൊടുക്കുന്നത്. എന്താണ് നൈട്രസ് ഓക്സൈഡ് ലൈറ്റ് ബ്ലൂ, മെഡിക്കൽ എയർ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, സെക്ഷൻ ആ വലിച്ചെടുക്കുന്ന അല്ലേ അതെന്താണ് യെല്ലോ കളർ, നൈട്രജൻ ആണെങ്കിൽ ബ്ലാക്ക്, കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ ഗ്രേ കളറിലുള്ള കളർ കോഡുകളാണ് നൽകുന്നത്. ക്ലിയർ ആയത്? ഇതൊക്കെ ക്വസ്റ്റ്യൻ വരാട്ടോ, കളർ കോഡൊക്കെ ക്വസ്റ്റ്യൻ വരാട്ടോ. നെക്സ്റ്റ്, സേഫ് പ്രാക്ടീസ് വെൻ വർക്കിംഗ് വിത്ത് കംപ്രസ്ഡ് ഗ്യാസസ്. എന്താണ് കംപ്രസ്ഡ് ഗ്യാസസ് ഉപയോഗിക്കുമ്പോൾ സുരക്ഷിതമായ രീതികൾ, സേഫ് ആയിട്ടുള്ള രീതികൾ ഏതെല്ലാമാണ്? ഐഡന്റിഫിക്കേഷൻ ഓഫ് കണ്ടൻസ്, അതിലടങ്ങിയിരിക്കുന്ന കണ്ടൻസുകൾ എന്ത് ചെയ്യുക? ഐഡന്റിഫൈ ചെയ്യുക. ഇപ്പൊ മരുന്ന് മേടിക്കില്ലേ, സിറപ്പുകൾ അതല്ലെങ്കിൽ നമ്മൾ ക്യാപ്സൂളൊക്കെ മേടിക്കും, അതിന്റെ പുറത്ത് എഴുതിയിട്ടുണ്ടാവില്ലേ കണ്ടന്റ്, അതിൽ എന്തൊക്കെ ഘടകങ്ങളാണ് അടങ്ങിയിരിക്കുന്നത് അല്ലെ? ആണോ? ആണ്. അപ്പൊ അതേപോലെ ഓരോ ഗ്യാസുകളിലും ഓരോ കണ്ടന്റുകൾ അടങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ കണ്ടന്റുകൾ എന്ത് ചെയ്യുക? നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക, തിരിച്ചറിയുക. അതിലുള്ള കണ്ടന്റ് ചിലപ്പോ തീപിടുത്തം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അതല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് അതിന്റെ കണ്ടന്റ് ഐഡന്റിഫൈ ചെയ്യാന്ന് പറയുന്നത്. കണ്ടന്റ്സ് ഓഫ് ദി ഗ്യാസ് സിലിണ്ടർ ഷുഡ് ബി ഡിസ്റ്റിങ്ക്ട്ലി റെക്കഗ്നൈസ്ഡ്. ഓരോ ഗ്യാസ് സിലിണ്ടേഴ്സിലും അടങ്ങിയിരിക്കുന്ന കണ്ടന്റുകൾ നമ്മ ഘടകങ്ങളെ ഡിസ്റ്റിങ്ക്ട്ലി വ്യക്തമായി മനസ്സിലാക്കുക. Next, color coding is not a dependable means of identification. Cylinder colors differ from supplier to supplier. ഈ നമ്മ കളർ കോഡിങ് കൊടുത്തില്ലേ,
അത് അതിന്റെ ഡിപ്പെൻഡ് ആ ഗ്യാസ് ആ കളർ കോഡിൽ ആ സിലിണ്ടറിൽ ഏത് കളർ ഏത് ഗ്യാസ് ആണ് അടങ്ങിയിരിക്കുന്നത് എന്നല്ല. എന്താണ് ചിലപ്പോൾ നമ്മൾ പല സപ്ലയേഴ്സിൽ നിന്ന് വാങ്ങിക്കുമ്പോ ഗ്യാസ് സിലിണ്ടറിന്റെ കളേഴ്സിൽ വ്യത്യാസം വരുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ വീടുകളിൽ സാധാ ഉപയോഗിക്കുന്ന ഗ്യാസിന്റെ സിലിണ്ടറിന്റെ കളർ എന്താണ്? റെഡ് അല്ലേ? വാണിജ്യപരമായി ഉപയോഗിക്കുന്ന ഗ്യാസുകൾ ഏത് കളറായിരിക്കും? ബ്ലൂ കളർ ഉണ്ട്. യെല്ലോയിഷ് കളർ യെല്ലോ കളർ കണ്ടിട്ടുണ്ടോ ഗ്യാസ്? യെല്ലോ കളർ ഉണ്ട് കേട്ടോ. അപ്പൊ എന്താണ് ശരിക്കും എന്താണ് ആ ഗ്യാസ് സിലിണ്ടറിന്റെ കളറ് മാത്രം നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അത് ഏത് കളർ ഏത് ഗ്യാസ് ആണ് അടങ്ങിയിരിക്കുന്നതെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. എന്താണ് അതിന്റെ സപ്ലയേഴ്സിനെയും കൂടി നമ്മൾ മനസ്സിലാക്കണം. ക്ലിയർ ആയോ? എന്താണ് പല സപ്ലയേഴ്സും എന്താണ് ഓരോ ഗ്യാസുകൾ അവരെന്താണ് പല സപ്ലയേഴ്സും ഡിഫറെന്റ് കളേഴ്സ് കൊടുത്തുകൊണ്ട് ഗ്യാസുകൾ അവർ സൂക്ഷിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിന്റെ കളറ് മാത്രം നോക്കി ഐഡന്റിഫൈ ചെയ്യാൻ പാടില്ല. സപ്ലയേഴ്സിനും കൂടി നോക്കിയിട്ട് വേണം തീരുമാനിക്കാൻ. നെക്സ്റ്റ്, ഡു നോട്ട് disfigure or remove any marking, tags or stencil marks used for identification of content attached by the gas vendor. എന്താണ് നമുക്ക് ഗ്യാസ് വെണ്ടർ, അതായത് നമ്മൾ ഗ്യാസ് മേടിക്കുന്ന ആളുകൾ, പർച്ചേസ് ചെയ്യുന്ന കച്ചവടക്കാര് ഘടിപ്പിച്ചിട്ടുള്ള ഉള്ളടക്കങ്ങൾ അതായത് കണ്ടന്റുകൾ മനസ്സിലാക്കാൻ വെച്ചിട്ടുള്ള എന്താണ് മാർക്കിങ്ങുകൾ അല്ലെ? അതിലിങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അതല്ലെങ്കിൽ അവരതിന് ടാഗ് ചെയ്തിട്ടുണ്ടാകും. അതല്ലെങ്കിൽ സ്റ്റെൻസിൽ മാർക്കുകൾ, അതായത് എന്താണ് കൈകൊണ്ട് എഴുതല്ല, സ്റ്റെൻസിൽ പോലെ അല്ലെ? ഇപ്പൊ ചില അടയാളങ്ങളാകാം, ചില പിക്ചർ ആവാം, അല്ലെങ്കിൽ എഴുതിയത് പോലെ ആവാം. അങ്ങനെയുള്ള സ്റ്റെൻസിൽ മാർക്കുകളൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല. അത് ഡിസ്ഫിഗർ ചെയ്യാൻ ആ ഫിഗർ എന്താണ് വേറെ എന്തെങ്കിലും രീതിയിലാക്കാനോ അതല്ലെങ്കിൽ അത് റിമൂവ് ചെയ്യാനോ പാടില്ല. ചിലപ്പോ ആ ഗ്യാസിൽ നിന്നുള്ള എന്താണ് കണ്ടന്റ് കൊണ്ട് നമുക്ക് തീപിടുത്തം ഉണ്ടാകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതൊക്കെ മനസ്സിലാകാൻ വേണ്ടിയിട്ടായിരിക്കും അവർ ആ ടാഗുകൾ കൊടുക്കുന്നത്, അതല്ലെങ്കിൽ ആ സ്റ്റെൻസിൽ മാർക്കുകൾ നൽകുന്നത്. അപ്പൊ അതൊന്നും ഒരിക്കലും നമ്മ കളയാൻ പാടില്ല. ക്ലിയർ ആയത്? ഈ സ്റ്റെൻസിൽ മാർക്ക് ടാഗുകളൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഗ്യാസ് സ്റ്റെൻസിൽ മാർക്ക് എന്നൊക്കെ പറഞ്ഞ് ഗൂഗിളിൽ അടിച്ചു കൊടുത്തെങ്കിൽ നിങ്ങൾക്ക് കുറെ കാണാം കേട്ടോ. പല എന്താണ് തീപിടുത്തം ഉണ്ടാകുന്നതിന് കാണിക്കുന്ന മാർക്കുകൾ. അപ്പൊ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അതും കൂടി ഒന്ന് നോക്കാം. മിസ്സിന് എല്ലാം ഇങ്ങനെ എടുക്കുമ്പോ നമുക്ക് ടൈം പോകും. അതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് അത്യാവശ്യമുള്ളത് മാത്രം ആ ഭാഗങ്ങൾ മിസ് എടുത്തിട്ടത്. അപ്പൊ കൂടുതൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിലും കൂടി ഒന്ന് സെർച്ച് ചെയ്യാം. അപ്പൊ നമുക്ക് കാണാൻ പറ്റും സ്റ്റെൻസിൽ മാർക്കുകൾ പല രീതിയിലുള്ളതും കാണിച്ചിട്ടുണ്ട്. ഇൻഫ്ലേമബിൾ കാണിക്കുന്നുണ്ട്, ഇങ്ങനെ തീപിടുത്തം ഉണ്ടാകുന്ന അതല്ലാത്ത രീതിയിൽ നൈട്രജന്റെ കാണിക്കുന്നുണ്ട്. ഒക്കെ നോക്കുക, കുറച്ചും കൂടി നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാവും. നെക്സ്റ്റ്, cylinders which do not have a clearly written, stamped or stenciled identification of the content should not be used, and the gas vendor should be contacted for removal. നമ്മ പറഞ്ഞ എന്താണ് ഗ്യാസും സിലിണ്ടറും എന്താണ് മാർക്കിംഗ് അല്ലെ? അതിൽ ഏതൊക്കെ കണ്ടന്റ് അടങ്ങിയിരിക്കുന്നുണ്ട് ആ ഗ്യാസില്, ആ മാർക്കിംഗ് ടാഗ്സുകൾ സ്റ്റെൻസിൽ മാർക്കുകളൊന്നും റിമൂവ് ചെയ്യാൻ പാടില്ല. അതേപോലെ ഇങ്ങനെയുള്ള കണ്ടന്റുകൾ അതിലെ ഏതൊക്കെ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് എഴുതാത്ത ഗ്യാസ് സിലിണ്ടേഴ്സ് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. അത് നമ്മ എന്താണ് വെണ്ടറിന്, അത് നമുക്ക് ആരാണോ സപ്ലൈ ചെയ്ത് അയാളെ വിളിച്ചിട്ട് അയാളോട് പറയേണ്ടതാണ്, അയാളെ കോണ്ടാക്ട് ചെയ്യേണ്ടതാണ്. അത് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അത് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നതിന് ആ വെണ്ടറിനെ കോണ്ടാക്ട് ചെയ്യണം. നമുക്കപ്പോ അറിയാൻ പറ്റില്ല അല്ലെ? ഇങ്ങനെയുള്ള ക്ലിയർലി റിട്ടൺ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റാമ്പ് ചെയ്തിട്ടുള്ള സ്റ്റെൻസിലുകളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ആ ഗ്യാസിൽ ഏത് കണ്ടന്റ് ആണ് അടങ്ങിയിരിക്കുന്നത്, എന്താണ് തീപിടുത്തം ഉണ്ടാവാൻ സാധ്യതയുള്ളതുണ്ടോ, അല്ലെങ്കിൽ എന്താണ് കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുമോ? അങ്ങനെയുള്ള സ്റ്റെൻസിലൊക്കെ ഇല്ലെങ്കിൽ, ടാഗുകളൊക്കെ ഇല്ലെങ്കിൽ ഇല്ല. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അത് യൂസ് ചെയ്യാൻ പാടില്ല. അതെന്താ, അത് ആ ഗ്യാസ് വെണ്ടർ ആരാണോ നമുക്ക് തന്നത് അവരെ കൊണ്ട് അത് റിമൂവ് ചെയ്യിക്കുക. നെക്സ്റ്റ്, read the MSDS and label for all of the materials you work with. എന്താണ് നമ്മ
MSDS എന്ന് പറഞ്ഞാല് മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ്. മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ്. എന്ന് വെച്ചാല് ഒരു രാസവസ്തു, ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഗ്യാസുകളാണ് അല്ലെ, ആ ഗ്യാസുകളുടെ എന്താണ് എത്രത്തോളം അത് അപകട ഷീൽഡ് അല്ല ഷീറ്റ് ആ ഗ്യാസ് എത്രത്തോളം അപകട സാധ്യതയുണ്ട്, അതെങ്ങനെ നമുക്ക് സുരക്ഷിതമായി കൈകാര്യം ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്ന ഒരു രേഖയാണ്, ഒരു ഡോക്യുമെന്റിനെയാണ് MSDS എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ നമ്മളിവിടെ എന്താണ് ഗ്യാസ് ആണ് അല്ലെ പറയുന്നത്, പലതരത്തിലുള്ള ഗ്യാസുകൾ അല്ലെ. അപ്പൊ ആ ഗ്യാസുകൾ നമുക്ക് എങ്ങനെ സുരക്ഷിതമായി ഉപയോഗിക്കാം, അതിന്റെ അപകട സാധ്യതകൾ എന്തൊക്കെയാണ്, അത് നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് ഡേഞ്ചർ റിസ്കുകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ആ അപകട സാധ്യതകളെ കുറിച്ചും അത് എങ്ങനെ സുരക്ഷിതമായി നമുക്ക് കൈകാര്യം ചെയ്യാം എന്നതിനെ കുറിച്ചും വിവരങ്ങൾ നൽകുന്ന ഒരു രേഖയെയാണ് MSDS എന്ന് പറയുന്നത്. മാനുവലില്ലേ, യൂസർ മാനുവൽ. നമ്മൊരു സാധനം വാങ്ങിക്കുമ്പോൾ നമുക്ക് യൂസർ മാനുവൽ കിട്ടും അല്ലെ, അതെങ്ങനെയൊക്കെ ഉപയോഗിക്കാം. അതേപോലെ ഓരോ ഗ്യാസും നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെ കുറിച്ച് വ്യക്തമായി പറയുന്ന ഒരു ഡോക്യുമെന്റിനെയാണ് MSDS എന്ന് പറയുന്നത്. ലേബൽസ് ഫോർ ഓൾ ദ മെറ്റീരിയൽ യു വർക്ക് വിത്ത്. ഇതെന്താണ് ഈ MSDS എല്ലാ മെറ്റീരിയൽസ് ഇതിന്റെ കൂടെ എന്താണ് ലേബൽ ചെയ്ത് ഒട്ടിച്ച് സൂക്ഷിക്കുക. ഓരോ മെറ്റീരിയൽസിലും എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അപ്പൊ അതിലങ്ങനെ ലേബൽ ചെയ്ത് സൂക്ഷിക്കണം. നമുക്കത് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് ആ മെറ്റീരിയലിന്റെ ഉപയോഗം എങ്ങനെയാണ്, അത് ഏതൊക്കെ രീതിയിൽ നമുക്ക് അപകട സാധ്യത ഉണ്ടാക്കുന്നുണ്ട് എന്നതിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് അവിടെ എന്താണ് ലേബൽ ചെയ്ത് സൂക്ഷിക്കുക. നെക്സ്റ്റ് ഓപ്പറേഷണൽ മൂന്നാമത്തെ പോയിന്റ്. Do not disfigure or remove any marking tags or stencil mark used for identification of content attached to the by the gas vendor. നമ്മൾ എന്താണ് വാങ്ങുന്ന ഗ്യാസ് സിലിണ്ടേഴ്സില് ഏതൊക്കെ കണ്ടന്റ്, ആ ഗ്യാസിൽ ഏതൊക്കെ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നതിന് വേണ്ടി അവർ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒന്നില്ലെങ്കിൽ അതിന് വേണ്ട മാർക്കിംഗ് കൊടുത്തിട്ടുണ്ടാവും, അതല്ലെങ്കിൽ അതിന് ടാഗുകൾ വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ സ്റ്റെൻസിൽ മാർക്കുകളൊക്കെ ഉണ്ട്. അത് നമ്മൾ എന്താ ഡിസ്ഫിഗർ ചെയ്യാനായിട്ട്. ഇപ്പൊ സ്റ്റെൻസിൽ മാർക്ക് നമുക്കറിയാലോ, സ്റ്റെൻസിൽ വെച്ചിട്ട് പടം വരയ്ക്കാം, കേട്ടിട്ടില്ലേ? എഴുതല്ലാണ്ട് എന്താണ് അപ്പൊ അതേപോലെ പടങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, ഡിസ്ഫിഗർ ചെയ്യാൻ പാടില്ല. നമ്മ ഈ ബുക്കിലൊക്കെ ഒരു പടം കണ്ടെങ്കിൽ നമ്മൾ ഡിസ്ഫിഗർ ചെയ്യല്ലേ. ചിലപ്പോ ഒരാളുടെ പിക്ചർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, മീശ വരച്ചു കൊടുക്കും അല്ലെ, അതിലേക്ക് കണ്ണിന്റെ ഉള്ളിൽ റൗണ്ട് വരും, അല്ലെങ്കിൽ കണ്ണട വെച്ചു കൊടുക്കും. ചെയ്യാറുണ്ടോ? ഡിസ്ഫിഗർ ചെയ്യാം. അതേപോലെ ഈ ഗ്യാസുമുള്ള സ്റ്റെൻസിൽ മാർക്കുകൾ അതല്ലെങ്കിൽ ടാഗുകളൊന്നും നമ്മൾ ഡിസ്ഫിഗർ ചെയ്യാനോ അതല്ലെങ്കിൽ അത് റിമൂവ് ചെയ്യാനോ മാറ്റാനോ പാടില്ല. ഇപ്പൊ ക്ലിയർ ആയോ? ഓക്കെ ആയോ? ഓക്കെ. നെക്സ്റ്റ് ഓപ്പറേഷണൽ സേഫ്റ്റി ചെക്സ്. എന്താണ് പ്രവർത്തന സൂക്ഷ്മ പരിശോധന. ഓരോ ഗ്യാസുകളും ഓപ്പറേഷൻ ചെയ്യുമ്പോൾ പ്രവർത്തിപ്പിക്കുമ്പോൾ അതിന്റെ സേഫ്റ്റി ചെക്സ്, സുരക്ഷാ പരിശോധന, സേഫ്റ്റി ചെക്സ്, സുരക്ഷാ പരിശോധന. സിലിണ്ടർ മസ്റ്റ് ഓൾവേസ് ബി സെക്യൂർഡ്. എന്താണ് സിലിണ്ടർ നിർബന്ധമായും എന്താണ് സെക്യൂർഡ് ആയിരിക്കണം അല്ലെ, സുരക്ഷിതമായിരിക്കണം. നമ്മ വീടുകളില് നമുക്ക് എക്സ്ട്രാ വരുന്ന ഗ്യാസ് സിലിണ്ടേഴ്സ് നമ്മ പറമ്പിലൊക്കെ കൊണ്ടുപോയി വെക്കാറുണ്ടോ? ഏതെങ്കിലും ഒരു സെക്യൂർഡ് ആയിട്ടുള്ള സ്ഥലത്ത് നമ്മൾ സൂക്ഷിച്ചു വെക്കൂ അല്ലേ? സെക്യൂർഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് അത് സൂക്ഷിച്ചു വെക്കുന്നത്. അപ്പൊ എന്താണ് സിലിണ്ടേഴ്സ് മസ്റ്റ് ഓൾവേസ് ബി
always be secured. സുരക്ഷിതമായി നമ്മൾ സിലിണ്ടേഴ്സ് സൂക്ഷിക്കുക. Never open the cylinders valve if not the cylinder is linked to a regulator or to a tube. എന്താണ് സിലിണ്ടർ ഒരു റെഗുലേറ്ററുമായോ അല്ലെങ്കിൽ ഒരു അതിനു വേണ്ട ഈ ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ട ഉപകരണവുമായോ ബന്ധിപ്പിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അതിന്റെ വാൽവ് തുറക്കാൻ പാടില്ല. അപ്പൊ എന്ത് ചെയ്യും, വാൽവ് അങ്ങനെ തുറന്നു കഴിഞ്ഞാല് ചിലപ്പോ ഗ്യാസ് ലീക്കേജ് സംഭവിക്കും അല്ലേ, തീപിടുത്തം ഉണ്ടാവും. അപ്പൊ ഒരു കാരണവശാലും റെഗുലേറ്റർ ഘടിപ്പിക്കാത്തതോ അല്ലെങ്കിൽ ഉപകരണങ്ങൾ ഘടിപ്പിക്കാത്തതുമായ ഗ്യാസ് സിലിണ്ടേഴ്സിന്റെ വാൽവുകൾ തുറക്കാൻ പാടില്ല. ലീക്സ് ഷുഡ് നെവർ ബി ടെസ്റ്റഡ് വിത്ത് എ നാക്കഡ് ഫ്ലെയിം. എന്തെങ്കിലും നമുക്ക് അങ്ങനെ തോന്നാണ് എന്തെങ്കിലും ലീക്ക് ഉണ്ട്, ചോർച്ചയുണ്ട്, നമ്മുടെ വീടുകളിൽ സ്മെല്ല് വരുമ്പോ പറയാറില്ലേ, ഗ്യാസ് ഒക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് സ്മെല്ല് വരുമ്പോ പറയല്ലേ, എന്താണ് എവിടെയോ ലീക്ക് ഉണ്ട് അല്ലെ, ചോർച്ചയുണ്ട്, ലീക്കേജ് ഉണ്ട്. അപ്പൊ നമുക്ക് ആ തോന്നണ ഭാഗത്ത് നമുക്ക് കൊണ്ടുപോയി തീപ്പെട്ടി ഉരസി അല്ലെങ്കിൽ തീപ്പെട്ടി ഇങ്ങനെ ഉരസിക്കൊണ്ടുപോയി നമ്മൾ നോക്കാറുണ്ടോ, അല്ലെങ്കിൽ പേപ്പർ കത്തിച്ച് കൊണ്ടുപോയി നോക്കാറുണ്ടോ? ഇല്ല അല്ലെ. എന്ത് ചെയ്യും, സോപ്പ് വെള്ളം കലക്കി കണ്ട് ആ സിലിണ്ടറിന്റെ അല്ലെ റെഗുലേറ്ററിന്റെ ചുറ്റൊക്കെ ഒന്ന് വെച്ചു കൊടുക്കും. ചെയ്തിട്ടുണ്ടോ അങ്ങനെയൊക്കെ? അല്ലെങ്കിൽ സ്മെല് ചെയ്ത് നോക്കുമ്പോ അപ്പൊ എന്ത് വരും, ആ സോപ്പ് വെള്ളമൊക്കെ നമ്മൾ കൊണ്ടുപോയി സ്പോഞ്ച് വെച്ച് അതല്ലെങ്കിൽ വെച്ച് കഴിയുമ്പോ ബബിള് വരും അല്ലെ, ലീക്കേജ് ഉണ്ടെങ്കിൽ ബബിൾസ് വരും. അപ്പൊ എന്താണ്, ഒരിക്കലും നമുക്ക് ലീക്ക് ഉണ്ടെന്ന് ചെയ്തിട്ടില്ല, അപ്പൊ ഇനി അങ്ങനെയൊക്കെ വരുമ്പോ ഒന്ന് ചെയ്തു നോക്കാം കേട്ടാ, നമ്മ ഓരോ കാര്യങ്ങൾ പഠിക്കുകയാണല്ലോ. അപ്പൊ എന്താണ്, ലീക്സ് ഷുഡ് നെവർ ബി ടെസ്റ്റഡ് വിത്ത് നാക്കഡ് ഫ്ലെയിം. നമുക്ക് അങ്ങനെ എന്തെങ്കിലും സ്മെല്ല് തോന്നുകയാണ്, നമുക്ക് എന്തെങ്കിലും ലീക്കേജ് ഉണ്ടെന്ന് സംശയം തോന്നുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് നാക്കഡ് ഫ്ലെയിം വെച്ച്, അതായത് നഗ്നനേത്രം കൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള തീകൾ ഉപയോഗിച്ച് ഫ്ലെയിം ഉപയോഗിച്ച് നമ്മൾ ചെക്ക് ചെയ്യാൻ പാടില്ല. ക്ലിയർ ആയോ? എന്താണ്? ഓക്കെ. ഓപ്പൺ ആൻഡ് ക്ലോസ് വാൾസ് യൂസിങ് ഓൺലി റീസണബിൾ ഫോഴ്സ്. നമുക്ക് റീസണബിൾ ആവശ്യമായിട്ടുള്ള ഫോഴ്സ് ബലം ഉപയോഗിച്ച് മാത്രം ആ വാൽവുകൾ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യുക. നമ്മൾ റെഗുലേറ്റർ അങ്ങനെയാണോ, ഒരുപാട് ബലം ഉപയോഗിച്ച് റെഗുലേറ്റർ ക്ലോസ് ചെയ്യാറുണ്ടോ? ഇല്ല അല്ലെ, ഒരു ചെറിയൊരു ബലം മതി, നമുക്ക് വെറുതെ ജസ്റ്റ് ഒന്ന് തിരിച്ചാൽ മാത്രം മതി അല്ലെ. അപ്പൊ എന്താണ്, ഓപ്പൺ ആൻഡ് ക്ലോസ് വാൾസ് യൂസിങ് ഓൺലി റീസണബിൾ ഫോഴ്സ്, നമുക്ക് ആവശ്യമായിട്ടുള്ള ബലം ഉപയോഗിച്ച് മാത്രം വാൽവുകൾ എന്താണ് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുക. ഓപ്പൺ ബൈ ടേണിംഗ് ദ ഹാൻഡ് വീൽ ഓർ സിലിണ്ടർ വാൽവ് കീ ആന്റി ക്ലോക്ക് വൈസ്. ക്ലോസ് ബൈ ടേണിംഗ് ദ ഹാൻഡ് വീൽ സിലിണ്ടർ വാൽവ് കീ ക്ലോക്ക് വൈസ്. എന്താണ്, നമ്മൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, വാൽവുകള് ആന്റി ക്ലോക്ക് വൈസിൽ അല്ലെ ആണോ, ആന്റി ക്ലോക്ക് വൈസിൽ. നമ്മ ഓഫ് ചെയ്യുകയാണെങ്കിൽ അത് എന്ത് ചെയ്യുക, ക്ലോക്ക് വൈസിൽ തിരിക്കുക. നമ്മ അങ്ങനെയല്ലേ റെഗുലേറ്റർ ഒക്കെ തിരിക്കുന്നത്, നമ്മ ഗ്യാസ് ഓപ്പൺ ചെയ്യുന്നത് അങ്ങനെയല്ലേ അല്ലെ, ആന്റി ക്ലോക്ക് വൈസിൽ. ഓപ്പൺ ചെയ്യുമ്പോൾ ആന്റി ക്ലോക്ക് വൈസിലും തിരിക്കും, ക്ലോസ് ചെയ്യുമ്പോൾ എന്താണ്, ക്ലോക്ക് വൈസിൽ അല്ലെ, ക്ലോസ് ചെയ്യുമ്പോ അങ്ങനെ തിരിക്കുക. നെക്സ്റ്റ്, ദ സ്റ്റോറേജ് ഏരിയ ഷുഡ് ബി സേഫ്. സ്റ്റോർ ചെയ്യുന്ന ഗ്യാസുകൾ സ്റ്റോർ ചെയ്യുന്ന ഏരിയ സുരക്ഷിതമായിരിക്കുക, സേഫ് ആയിരിക്കുക. വെൽ വെന്റിലേറ്റഡ് ആൻഡ് ക്ലീൻ അറ്റ് എനി ടൈം. എല്ലാ സമയത്തും എന്താണ്, ക്ലീൻ ആയിട്ടുള്ളതും വെൽ വെന്റിലേറ്റഡ് അല്ലെ. നമ്മ വീടുകളിൽ ആദ്യം തന്നെ വന്ന് ഗ്യാസ് കത്തിക്കുകയാണോ ചെയ്യുന്നത്, കിച്ചണിൽ വന്നിട്ട്? അല്ല, ആദ്യം തന്നെ നമ്മ വിൻഡോ ഒക്കെ തുറന്നിടും അല്ലേ, വീട്ടമ്മമാരൊക്കെ അറിയാം. ആദ്യം തന്നെ നമ്മ വന്നിട്ട് എന്താ ചെയ്യാ, രാവിലെ തന്നെ വന്ന് വിൻഡോ ഒക്കെ തുറന്നിട്ടിട്ടാണ് വിൻഡോ ഒക്കെ ഓപ്പൺ ചെയ്തിട്ടാണ് നമ്മൾ ഗ്യാസ് കത്തിക്കുന്നത് അല്ലെ. അപ്പൊ എന്താണ്, ഈ ഗ്യാസ് സിലിണ്ടേഴ്സ് സൂക്ഷിക്കുന്ന ഏരിയ എന്താണ്, ആവശ്യമായ വെന്റിലേറ്റർ ഒക്കെ ഉള്ള ഏരിയയിൽ സേഫ് ആയിട്ട് സുരക്ഷിതമായിട്ടുള്ള ഏരിയയിലായിരിക്കണം സൂക്ഷിക്കേണ്ടത്. Next, the ground surface should be fairly level and firm, preferably concrete that allows for easy trolley access. എന്താണ്, ഈ ഗ്യാസുകൾ സൂക്ഷിക്കുന്ന ഗ്രൗണ്ട് അതായത് നിലപ്രതലങ്ങൾ എങ്ങനെയുള്ളതായിരിക്കാം, ഫെയർലി ലെവൽ എന്ന് പറഞ്ഞാല് നിരപ്പായിട്ടുള്ളത്, ഇങ്ങനെ കുത്തനിങ്ങനെ
സ്ലോപ്പ് ആയിട്ടുള്ളതൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ കേറിയിറങ്ങിയിരിക്കാത്ത രീതിയിൽ സ്ലോപ്പ് ആയിട്ട് എന്താണ് നിരപ്പായിട്ടുള്ളതായിരിക്കണം. എന്താണ് കോൺക്രീറ്റ് ചെയ്തതുമായിരിക്കണം. എന്താണ് അതല്ലെങ്കിൽ കോൺക്രീറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈസിലി ട്രോളി കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് നിരപ്പായിട്ടുള്ളതും എന്താണ് കോൺക്രീറ്റ് ഇട്ട ഏരിയയിലുമായിരിക്കണം ഗ്യാസ് സിലിണ്ടേഴ്സ് സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. നമുക്ക് പുറത്ത് അതിനു വേണ്ടി ഒരു റൂം എടുത്ത് നിലത്തൊന്നും കോൺക്രീറ്റ് പതിക്കാണ്ട് കോൺക്രീറ്റ് ഒന്നും ഇടാണ്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടൊക്കെ ട്രോളി കൊണ്ടുപോകാൻ പറ്റുമോ? ട്രോളി നമുക്ക് ഇല്ല അല്ലെ. അപ്പൊ എന്താണ് ഈ ഗ്യാസ് സിലിണ്ടേഴ്സ് സൂക്ഷിക്കുന്ന ഏരിയ നിരപ്പായിട്ടുള്ളതും എന്താണ് കോൺക്രീറ്റ് ചെയ്തതുമായ സ്ഥലത്തായിരിക്കണം സൂക്ഷിക്കുന്നതിന്. ക്ലിയർ ആയോ ഇത്രയും ഭാഗം? എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റും കൂടി എടുത്തോട്ടെ മിസ്. ഓക്കെ, ഹാൻഡ്ലിംഗ് ആൻഡ് യൂസ്. ഈ ഗ്യാസുകളെ എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതെന്നും ഉപയോഗം, അതിന്റെ ഉപയോഗം യൂസും എന്താണ്? Gas cylinder should always be used in vertical position if not specifically designed to be used otherwise. നമ്മൾ ഈ ഗ്യാസ് സിലിണ്ടേഴ്സ് കണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? വെർട്ടിക്കൽ പൊസിഷനിലല്ലേ, ഇങ്ങനെ കുത്തനെ നിൽക്കുന്നത് അല്ലെ കണ്ടിട്ടുള്ളത്. അല്ലാണ്ട് വേറെ ഏതെങ്കിലും പൊസിഷനിൽ ഇങ്ങനെ നമുക്ക് കിടത്തി വെക്കുന്നതോ അല്ലെങ്കിൽ ചെരിച്ചു വെക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ എന്താണ് ഭൂരിഭാഗം ഗ്യാസ് സിലിണ്ടേഴ്സും എങ്ങനെയുള്ളതാണ്? നമുക്ക് വെർട്ടിക്കൽ പൊസിഷൻ കുത്തനെയുള്ള രീതിയിലായിരിക്കും. ഇഫ് നോട്ട് സ്പെസിഫിക്കലി, അതല്ല എന്തെങ്കിലും സ്പെസിഫിക്കലി ഡിസൈൻ ചെയ്തതുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഉപയോഗിക്കുക. അപ്പൊ ചിലപ്പോ എന്തെങ്കിലും കാരണം കൊണ്ട് എന്താണ് ഇങ്ങനെ സ്ലോ കിടത്തിയിടേണ്ടതൊക്കെയാണ്, അങ്ങനെയുള്ള രീതിയിലാണെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ ഉപയോഗിക്കുക. Gas cylinders should always be safely regulated to prevent them falling over. എന്താണ് നമ്മ ഒന്നിന്റെ മുകളിൽ ഒന്ന് വീണ് പോകാത്ത രീതിയിൽ എന്താ സേഫ്ലി ആയിട്ട് നമ്മ സുരക്ഷിതമായിട്ട് ഗ്യാസ് സിലിണ്ടേഴ്സ് സൂക്ഷിക്കുക അല്ലെ. ചിലപ്പോ എന്താണ് നമ്മ ഒന്നിന്റെ മുകളിലൊക്കെ ഒന്ന് വീണ് പോകുമ്പോ ചിലപ്പോ എന്താണ് ലീക്കേജ് സംഭവിക്കാം അല്ലെ. ചിലപ്പോ എന്തെങ്കിലും ഒരു വിള്ളല് വീഴാം അല്ലെ. ഗ്യാസ് സിലിണ്ടറിന് ചിലപ്പോ ഒരു വിള്ളല് വീഴാം അല്ലെ. അങ്ങനെയൊന്നും ഇല്ലാണ്ട് എന്താണ് ഫോളിങ് ഓവർ ഒന്നിന്റെ മുകളിൽ ഒന്നായിട്ട് വീഴുന്ന രീതിയിലൊന്നും ഗ്യാസ് സിലിണ്ടേഴ്സ് സൂക്ഷിക്കരുത്. സിലിണ്ടേഴ്സ് മസ്റ്റ് ഓൾവേസ് ബി സെക്യൂർഡ് ടു എ ട്രോളി വെൻ ബീങ് ഷിഫ്റ്റഡ്. നമ്മ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഗ്യാസുകള് മാറ്റുന്ന സമയത്ത് എന്തിലും കൊണ്ടുപോകുക? ട്രോളികളിലേക്ക് കൊണ്ടുപോകുക. Make sure that cylinders or gas is the right one for the internal use. നമ്മ ഉദ്ദേശിച്ച ഗ്യാസ് സിലിണ്ടർ തന്നെയാണ് നമ്മുടെ ഉപയോഗത്തിന് ഉദ്ദേശിച്ച ഗ്യാസ് സിലിണ്ടേഴ്സ് തന്നെയാണോ എന്ന് ഉറപ്പാക്കുക. ഇപ്പൊ നമുക്ക് ഓക്സിജൻ സിലിണ്ടർ ആണ് വേണ്ടത്, നമ്മൾ നൈട്രസ് ഓക്സൈഡ് എടുത്തുണ്ടായാ ശരിയാവോ? അതല്ല കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തുകൊണ്ട് പോകാണ്, അതൊരു തെറ്റാണ് അല്ലേ. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഗ്യാസ് സിലിണ്ടർ യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാനായിട്ട് എടുത്തു കൊണ്ടുപോകുന്ന സമയത്ത് എന്ത് ചെയ്യുക? നമുക്ക് കൊണ്ടുപോകുന്ന ഗ്യാസ് സിലിണ്ടർ കറക്റ്റ് ആണോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. നെക്സ്റ്റ്, സോർട്ട് ഔട്ട് ആൻഡ് ഒബ്വിയസ്ലി മാർക്ക് ഫുൾ ആൻഡ് എംപ്റ്റി സിലിണ്ടേഴ്സ്. എന്താണ് ഉപയോഗിച്ചതും എന്താണ് കാലിയായ സിലിണ്ടേഴ്സ് ഉണ്ടാവും അല്ലെ, അല്ലെങ്കിൽ ഫുള്ളായ സിലിണ്ടേഴ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതെന്ത് ചെയ്യുക? അത് നമ്മ തരം തിരിച്ച് ഓരോ ഏരിയ തരം തിരിച്ച് സൂക്ഷിക്കുക. കാലിയായിട്ടുള്ള സിലിണ്ടേഴ്സ് ഒരു സൈഡില്, മുഴുവനായിട്ടുള്ള സിലിണ്ടേഴ്സ് ഒരു സൈഡില്, അങ്ങനെ ഫുൾ ആൻഡ് എംപ്റ്റി സിലിണ്ടേഴ്സ് സോർട്ട് ഔട്ട് ചെയ്ത് സൂക്ഷിക്കുക. Be dressed in appropriate personal protective equipment like safety shoes and safety spectacles. എന്താണ് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകള് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ PPE കിറ്റുകൾ നിർബന്ധമായും ധരിക്കുക. എന്തൊക്കെയാണ്? സേഫ്റ്റി ഷൂസ് അല്ലെ, ഷൂസുകള്, പിന്നെ സ്പെക്ടക്കിൾസ് കണ്ണടകളൊക്കെ, സേഫ്റ്റിക്ക് വേണ്ടിയുള്ള കണ്ണടകളൊക്കെ ധരിക്കുക. Never roll, drag or drop cylinders or allow them to strike each other. എന്താണ് നമ്മ ഈ ഗ്യാസ് സിലിണ്ടേഴ്സ് എന്താണ്
ഉരുട്ടിക്കൊണ്ടു പോകാനോ അല്ലെങ്കിൽ വലിച്ചുകൊണ്ട് പോകാനോ ഒന്നും പാടില്ല. എങ്ങനെയാണ് എങ്ങനെ മാത്രം കൊണ്ടുപോകാൻ പാടുള്ളൂ? ട്രോളികളിൽ മാത്രം കൊണ്ടുപോകാൻ പാടുള്ളൂ അല്ലേ? നമ്മുടെ വീടുകളിൽ നമുക്ക് പൊതുവെ എന്താണ് ഉരുട്ടിക്കൊണ്ടുപോകും അല്ലെ? ഇങ്ങനെ എന്താണ് അപ്പൊ അതെന്താണ് ഒരു ഗ്യാസ് സിലിണ്ടേഴ്സ് ഉള്ളൂ അല്ലെ? പക്ഷെ എന്താണ് നമ്മ ഹോസ്പിറ്റലിൽ ഒരുപാട് ഗ്യാസ് സിലിണ്ടേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഉരുട്ടിക്കൊണ്ടു പോകാനോ വലിച്ചു കൊണ്ടുപോകാനോ ഒന്നും പാടില്ല. പിന്നെ എന്താണ് ഒന്നും കൂട്ടിമുട്ടാനോ ഉരസാനോ ഒന്നും പാടില്ല. ചിലപ്പോ എന്താണ് എന്തെങ്കിലും അപകടങ്ങൾ വരുത്താം, ലീക്കേജ് വന്ന് എന്തെങ്കിലും അപകടങ്ങൾ വരുത്താം. അതുകൊണ്ട് വളരെ സേഫ് ആയിട്ട് വേണം ഗ്യാസ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി. നെക്സ്റ്റ്, ടേൺ ഓഫ് ഓൾ വാൽവ്സ് വെൻ സിലിണ്ടേഴ്സ് ആർ നോട്ട് ഇൻ യൂസ്. എന്താണ് നമ്മൾ സിലിണ്ടർ യൂസ് ചെയ്യാത്ത സമയത്ത് വാൽവുകൾ ഓഫ് ചെയ്യുക. When the cylinders is not in use, the valve protection cap shall be in place to protect the valve. എന്താണ് നമ്മൾ സിലിണ്ടേഴ്സ് യൂസ് ചെയ്യാത്ത സമയത്ത് വാൽവുകൾ ക്ലോസ് ചെയ്യുകയും ടേൺ ഓഫ് ചെയ്യുകയും വാൽവുകൾക്ക് എന്ത് ചെയ്യുക? പ്രൊട്ടക്ഷൻ ക്യാപ്പ് നൽകുകയും ഇടുകയും ചെയ്യുക. ക്ലിയർ ആയോ? നമ്മ വീടുകളിലെ ഗ്യാസ് സിലിണ്ടേഴ്സ് തീർത്ത് കഴിഞ്ഞാൽ നമ്മ അത് എടുത്തു വെക്കുമ്പോ നമ്മ അതുമ്പോ എന്ത് ചെയ്യും? ആ വാൽവിന്റെ ക്യാപ്പ് ഉണ്ട് അല്ലെ? അവിടെ ഒരു ക്യാപ്പ് ഇല്ലേ? അതിട്ട് വെക്കാറില്ലേ? അതേപോലെ എന്താണ് നമ്മ ഈ ഗ്യാസുകള് സിലിണ്ടേഴ്സ് ഉപയോഗിക്കാത്ത സമയത്ത് തന്നെ അത് ക്ലോസ് ചെയ്യുകയും ആ വാൽവിന് ആ ക്യാപ്പ് ഇട്ടിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യും. ക്ലിയർ ആയോ മിസ് എടുത്ത ഭാഗം? എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ.